ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ രാത്രി നമുക്കൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദുബായിൽ കല്യാണം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോട്ടറി അടിച്ച പോലെയാണല്ലോ. അപ്പോൾ ഈ ഫാമിലി കണ്ണൂരുള്ളവരാണ്. അപ്പോൾ ഇവർ കളമശ്ശേരിയിൽ വന്ന് താമസിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലി വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ദുബായിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ മോളുടെ കല്യാണമായിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ കളമശ്ശേരിയിലുള്ളവരായിട്ട് നമ്മൾ കുറച്ച് പേരുള്ളൂ. ടിക്കായും പിന്നെ ഇക്കാട് 2-3 ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ കല്യാണമാണ് അവർ വിളിച്ചത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു മൈലാഞ്ചി, ഇന്ന് 7 മണിക്ക് നിക്കാഹ്, അങ്ങനെയാണ് കേട്ടോ വിളിച്ചത്. അപ്പോൾ തലേ ദിവസം ഡെസേർട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഇവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ അതവർ മാറ്റി. 2 ദിവസവും പോകാനായിട്ട് വേറെ ആരെയും അവർക്ക് പരിചയമില്ല. നമ്മളുടെ അടുത്ത നൈബേഴ്സായിട്ട് ഉണ്ടായിരുന്ന ആരാണോ അവരെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പോകാനൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ പോയില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും കൂടി ഇന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടാണ്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ അങ്ങനെ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ 7 മണിക്കായിരുന്നു നിക്കാഹ്. ചെന്നപ്പോൾ ഒരു വലിയൊരു വില്ല പോലത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അതിലൊരു സെക്ഷനിൽ താഴെ ജെൻസിനും മുകളിൽ ലേഡീസിനും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ ഫുഡ് വേറൊരു സെക്ഷനിൽ, പിന്നെ ബ്രൈഡും ചെക്കനും ഒക്കെ വേറൊരു ഹോളിലായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കാഹും ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനു മുമ്പും ഒരു കല്യാണം അങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ ദുബായിൽ. അപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് കല്യാണവും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ കല്യാണം എന്ന് കേട്ടപാടെ ഞാൻ ചാടി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ഇത്താനെ മാത്രം, അതായത് ഈ പെൺകുട്ടിയുടെ ഫാദറിൻ്റെ സിസ്റ്റർ, ആ ഒരു ഇത്താനെ മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഒരു മനുഷ്യനെ എനിക്കറിയില്ല, ആരാന്ന് എന്താണെന്നൊന്നും അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. അങ്ങനെ നൈസായിട്ട് ഞാൻ ബാക്കിൽ പോയിരുന്നു. അപ്പോൾ ഇക്കാട് ഫ്രണ്ട്സിൻ്റെ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ബാക്കിലിരുന്ന്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെന്ന ഉടനെ ഫുഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതൊരു വേറെ ഏരിയയിലായിരുന്നു. അപ്പോൾ ഹാസിം ഇന്ന് ഉച്ചയ്ക്ക് തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അവരൊന്നും നോക്കാതെ ആദ്യം ഹാസിമിനെടുത്ത് ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട്, ഒരുപാട് തിരക്കോ റഷായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല റിലാക്സ് ആയിട്ട് എല്ലാവർക്കും ഇരിക്കാനും കഴിക്കാനൊക്കെ ഉള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ഫുഡാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൈപ്പ് ബിരിയാണി ആണെങ്കിലും, മന്തി, ഫ്രൈഡ് റൈസ്, പിന്നെ പൂരി, പിന്നെ റുമാൽ റൊട്ടി, അങ്ങനെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറേശ്ശെ എടുത്ത് അങ്ങനെ ടേസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ കബാബുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെയും മട്ടൻ്റെയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഈ ഒരു കറികളൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. ഈ മട്ടൻ്റെ കുറേ കറികളും പിന്നെ ദാല് അതൊന്നും എടുത്തിട്ടില്ല. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കുറേശ്ശെ എടുത്ത് അങ്ങനെ ടേസ്റ്റ് നോക്കി. പിന്നെ നമ്മളുടെ സ്വീറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ച് വന്നപ്പോഴത്തേനും പകുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൗണി ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ലേഡീസിൻ്റെ ഏരിയയിൽ കിഡ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് ബ്രൗണി ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. പിന്നെ അവിടുത്തെ മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വായിലിട്ട് കഴിഞ്ഞാൽ അരിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു മിൽക്ക് കേക്ക്. എത്ര കഴിച്ചിട്ടും മതിയാവുണ്ടായിരുന്നില്ല. സാഫ്രോണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു യെല്ലോ കളറായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള മിൽക്ക് കേക്കായിരുന്നു. അത് കുറേ കഴിച്ചു, എത്ര കഴിച്ചെന്ന് പറയാനില്ല, അത്രയും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ കഴിച്ചതുകൊണ്ട് അവർ സ്റ്റേജിന്മേൽ കയറി കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലും സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രൈഡും ആളുകളൊക്കെ ഉള്ളത് വേറൊരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെയും തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ജെൻസൊക്കെ താഴെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ പെണ്ണും ചെക്കനും അവരുടെ ഉമ്മയും വാപ്പയാണ്. അങ്ങനെ ഒരു കല്യാണം കൂടി. പിന്നെ അവരുടെയൊക്കെ കൂടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ഹോള്. ഇതിൻ്റെ അകത്ത് പല പല സെക്ഷനിലായിട്ടായിരുന്നു ഫുഡും ഹോളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ചെറിയ പരിപാടികൾ. പിന്നെ പിറ്റേ ദിവസം രാവിലെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ പുറത്ത് പോകാനായിട്ട് വലിയ മൂഡ് ഉണ്ടാവലില്ല കേട്ടോ. കാരണം
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട് അത്യാവശ്യം മെസ്സാക്കിയിട്ടായിരിക്കും ഒരു സ്ഥലത്തേക്ക് പോണത്. കാരണം ഓരോരുത്തർ ആ ഡ്രസ്സ് എടുക്കുന്നു, ഈ ഡ്രസ്സ് എടുക്കുന്നു, ഇട്ട ഡ്രസ്സ് വലിച്ചൂരിയിടുന്നു, അങ്ങനെ പല പല പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട് ഒരു ഭ്രാന്താലയം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മളിവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ തിരിച്ച് അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് കയറും. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയായിരിക്കും വരുന്നത്. പിന്നെ രാവിലെ ആ ഒരു വീട്ടിൽ നിന്ന് പിള്ളേരെ പറഞ്ഞു വിടണം. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സാറ്റർഡേ നൈറ്റാണെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിരിക്കും. സൺഡേ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞോണം രാവിലെ കിച്ചണിൽ കയറാനും ഭയങ്കര മടി പോലെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഫുള്ള് തട്ടിക്കൂട്ടാണ്. ബ്രെഡും ന്യൂഡിൽസൊക്കെ ആയിട്ട് തന്നെ ആണ് കൊടുത്ത് വിടണേ കേട്ടോ. പിന്നെ അവരൊന്നും പറയാത്തത് അതിൻ്റെ ഫില്ലിങ് അവർക്ക് ഇഷ്ടമുള്ള സോസേജ് അല്ലെങ്കിൽ നഗറ്റ്സൊക്കെ ആയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അങ്ങനെ പറയലില്ല. അപ്പോൾ ഇന്നും ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് സോസേജ് ഫ്രൈ ചെയ്തിട്ട് അതങ്ങനെ ലെയർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. ഇനി ക്രിസ്പി ആക്കണമെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുകയും ചെയ്യാം. ഇവർക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തിയ സ്പഗറ്റി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കനും ഓൾറെഡി ബ്രസ്റ്റ് പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് കയറി വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രെഡ് തന്നെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. കാരണം അത് ഓൾറെഡി വെള്ളത്തിൽ കിടന്നുകൊണ്ട് അതിൻ്റെ ഐസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ലോണം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഒന്ന് മഞ്ഞളും മുളകും ഉപ്പൊക്കെ തേച്ച് നാരങ്ങാനീരൊക്കെ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തത്. വീട് കംപ്ലീറ്റ്ലി മെസ്സായിരുന്നു. കുഞ്ഞ് ഉറങ്ങിയിട്ടാണ് വന്നേട്ടാ. പിന്നെ അവിടെ നിന്ന് ആകെ ഡ്രസ്സ് മൊത്തം അഴുക്കാക്കിയിട്ടൊക്കെയാണ് വന്നിരുന്നത്. അങ്ങനെ ഉറങ്ങണേൻ്റെ ഇടയ്ക്ക് തന്നെ ആളുടെ ഡ്രസ്സൊക്കെ മാറ്റി ചെറിയ രീതിയിലൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അങ്ങനെ കിടത്തി ഉറക്കുകയാണ് ചെയ്തത്. പിന്നെ ക്രൊസൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക സൺഡേയും ഇക്കാലത്ത് പറഞ്ഞ് ചീറ്റൂസ് വാങ്ങും കേട്ടോ. അവിടെ ഹാറൂന് എല്ലാവർക്കും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാക്കറ്റായിട്ടാണ് ചീറ്റൂസ് വരിക. അപ്പോൾ അതുണ്ടെങ്കിൽ സ്നാക്സും കാര്യങ്ങളൊന്നും കൊടുത്തയക്കേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ആയിട്ട് പിള്ളേരെ വിട്ടിട്ടുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൺഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് സൂംബക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ടൈമിങ് മാറ്റിയിട്ടുണ്ട്. 7:45 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാനുള്ള ടൈമും ഉണ്ട് കേട്ടോ. അപ്പോൾ നിഹാൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പഗറ്റിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തത് അത് ഓൾറെഡി എടുത്തല്ലോ. അങ്ങനെ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ഓൾറെഡി ഞാൻ രാത്രി വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ. അതും സവാള പിന്നെ കുറച്ച് ഗാർലിക്ക് എല്ലാം കൂടി നന്നായിട്ട് അങ്ങനെ വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് സോസിൻ്റെ മിക്സ് കേട്ടോ. ഇതിൽ ഹണി, ചില്ലി ഫ്ലേക്സ്, സോയാ സോസ്, പെപ്പർ, ടൊമാറ്റോ കെച്ചപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് പാസ്തയ്ക്കും സ്പഗറ്റിക്കും ന്യൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു മസാലയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പുറത്തൊരു പ്രാവ് വന്നിരുന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ആളപ്പം തന്നെ പോവുകയും ചെയ്തു. അങ്ങനെ നന്നായിട്ട് വഴച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച സ്പഗറ്റി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വലിയ പീസായിപ്പോയി. അപ്പോൾ രാത്രി ആ ഒരു ഉറക്കപ്പിച്ചിലൊക്കെ ആണല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കാടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പഗറ്റി കുറവും ചിക്കൻ കൂടുതലും ആയിരിക്കണം കേട്ടോ. നമ്മൾ ലേഡീസ് എപ്പോഴും ചിക്കനും ഇതൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊന്നും ഒരു കുറവ് അല്ല എപ്പോഴും എടുക്കാൻ ശ്രമിക്കാറ്. ഒരു ചെറിയൊരു പിശുക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം വേറൊരു എന്തെങ്കിലും ഒരു മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു കിലോ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് അത് ഉണ്ടാക്കി അങ്ങനെ തീർക്കലില്ല. അപ്പോൾ ഇക്കാടെ കൺസെപ്റ്റ് അനുസരിച്ച് കാപ്സ് കുറവും ചിക്കൻ പീസ് കൂടുതലും വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഉള്ള ചിക്കനും വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ചിക്കൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തിനെങ്ങനെ പിശുക്കണം, കുറച്ചൊന്ന് കൂടുതൽ ഇട്ടുകൂടെയെന്ന് എപ്പോഴും ചോദിക്കും കേട്ടോ. പക്ഷെ ഇന്ന് എന്തായാലും അത്യാവശ്യം നല്ലോണം ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആളുടെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങോട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് ആ ഉള്ളത് മൊത്തം ആഡ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ മൊത്തം ആഡ് ചെയ്യാറില്ല, കുറച്ചെടുത്ത് ബോക്സിലാക്കി മാറ്റി വെക്കും. പിറ്റേ ദിവസം എന്തെങ്കിലും കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പെണ്ണുങ്ങളെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു.
അത് കഴിഞ്ഞ് ഞാൻ സുംബക്കൊക്കെ പോയി വന്നതിന് ശേഷമൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.